ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാഹിസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിൽ എങ്ങനെ വെട്ടുകേക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്നാമത്തേക്കിന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇനി വേറൊരു ബൗളിൽ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1 പിഞ്ചോളം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ഓപ്ഷണൽ ആണ്. ഞാൻ വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയാണ് ഇവിടെ ഫുഡ് കളർ ചേർത്തിട്ടുള്ളത്. ഇത് വീട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതിലെ ഫുഡ് കളർ ചേർക്കണം എന്നൊന്നുമില്ല. ഇതിനി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കുറേശ്ശെ പാലൊഴിച്ച് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഞാനിവിടെ നെയ്യ് ചേർത്തിട്ടുള്ളത് നമ്മുടെ വെട്ടുകേക്കിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു നനഞ്ഞ മുണ്ടോ അല്ലെങ്കിൽ നനഞ്ഞ കോട്ടൻ്റെ കഷ്ണമോ വെച്ച് കൊടുക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഉരുളകളാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്മോൾ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അധികം കട്ട് ചെയ്യൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് നമുക്ക് മുകളിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാനെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു കടായിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മുടെ വെട്ടുകേക്ക് ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്.
ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക്